ഒരപ്പം മരിച്ചപ്പോ മകള് കയറി വന്നേക്കണം കണ്ടോ, ഫാഷൻ പരേഡിന് വന്ന വഴിക്ക്. ഇതാണോടി നീ അപ്പന്റെ മരണത്തിന് വന്നാണോ കല്യാണത്തിന് വന്നാണോ? ചേട്ടാ അത് എന്താണെന്നറിയാമോ, ഞാൻ ഇവിടുന്ന് ചാടിപ്പോയതല്ലേ. അപ്പൊ അന്ന് മെനക്ക് ഒരുങ്ങാനോ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല. പക്ഷെ ഈ മരണം അത് ഞാൻ ഷൈൻ ചെയ്യും. നിങ്ങൾ കണ്ടോ അപ്പം മരിച്ചു കിടക്കുമ്പോ അവർക്ക് പബ്ബിൽ പോണം. പപ്പച്ചനോ? ഞാൻ ഇവിടുന്ന് ചാടിപ്പോയതുകൊണ്ട് സ്ത്രീധനത്തിന്റെ പേര് ഇവർ എനിക്കൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അപ്പച്ചന്റെ ബോഡി ആശുപത്രി വീട്ടിലെത്തുന്നതിന് മുന്നേ സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണം. അത് തീരുമാനാക്കാം. മോളിക്കുട്ടി എന്നെ പ്രതീക്ഷിക്കുന്നേ? പെട്രോൾ പമ്പും ബാങ്കും അത് എനിക്ക് തന്നെ വേണം. കമ്മീഷന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, 2% ഞാൻ തന്നിരിക്കും. എന്നാ പെട്രോൾ പമ്പിന്റെയും ബാങ്കിന്റെയും ആധാരത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചോ? പിന്നെ ജോണിക്കുട്ടി പാമ്പും കോണി എനിക്ക് വേണം. പാമ്പും ചെമ്പും അവളെന്നാ പറഞ്ഞത്? പെട്രോൾ പമ്പും ബാങ്കും ഒക്കെ വേണമെന്നോ? അതെനിക്ക് വേണം. 3% കമ്മീഷൻ വക്കീൽ ഞാൻ തന്നിരിക്കുന്നു. എപ്പോ തന്നു? തന്നു കൂട്ടിക്കോ. എന്നാ പിന്നെ പമ്പും ബാങ്കും നിനക്ക് കിട്ടി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫോൺ ചെയ്തിട്ട്, മോനെ ജോണിക്കുട്ടി, ഞാൻ മരിച്ചതിന് ശേഷം ഈ വീടും പറമ്പും നീ എഴുതിയെടുത്തോണം എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ അപ്പച്ച. സംസാരശേഷി ഇല്ലാതെ ഐസിയിൽ കിടന്ന അപ്പച്ചൻ ചേട്ടായി വിളിച്ചു പറയുമല്ലായിരുന്നു. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമായിരുന്നു. മരണക്കിടക്കേക്കെന്നും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചല്ലോ അപ്പച്ച. കയ്യും കാലും തളർന്നു കിടന്ന അപ്പച്ചൻ ചേട്ടായിക്ക് ടെക്സ്റ്റ് മെസ്സേജ്. വട്ടം പൊളിയുമാണല്ലോ അപ്പച്ച. ഇപ്പോഴല്ലേ ഞാൻ ഓർത്തത്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമല്ലായിരുന്നു. പിന്നെ ഹോം നേഴ്സ് സൗദാമിനെ കൊണ്ട് എന്നെ വിളിച്ച് സൗദാമിനെ കൊണ്ട് പറയിക്കുമായിരുന്നു. ഹോം നേഴ്സ് സൗദാമിനെ കൊണ്ട് എന്നെയും വിളിപ്പിച്ചല്ലോ അപ്പച്ച. ചേട്ടായി കട്ട് ചെയ്ത ഉടനെ എനിക്ക് കോള് വന്നായിരുന്നു. സൗദാമിനെ ഇട്ട് കൊടുത്തപ്പോ അവൾ അതിൽ പിടിച്ച് കയറിയാണ്. എന്ത് പറഞ്ഞു? വീടും പറമ്പും ജോണിക്കുട്ടിക്ക് കൊടുത്തു, പക്ഷെ പെട്രോൾ പമ്പും ബാങ്കും അത് മോളിക്കുട്ടി നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞല്ലോ. പോയല്ലോ അപ്പച്ചനാണോ? പെട്രോൾ പമ്പും ബാങ്കും പോയല്ലോ. അപ്പച്ചൻ പോയല്ലോ. അയ്യോ, എന്നാ ഞാനിത് സത്യം പറയാം. എന്താ സത്യത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചില്ലായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നീയും വിളിച്ചിട്ടില്ലെന്ന് പറയണം. അതാണ് ഹീറോയിസം. പണ്ട് എനിക്ക് എന്തോ ഈ ചേട്ടായി സാധിച്ചു തരുമായിരുന്നു. ഒരു മാമ്പഴം കിട്ടിയ ഈ ചേട്ടായി എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഒരു കശുമാങ്ങ കിട്ടിയ അതിന്റെ കശുവട്ടി ഞെരിച്ചെടുത്തിട്ട് ആ പഴം എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. നന്ദിക്ക് നല്ല വിലയല്ലേ വക്കീൽ? എന്തിനേറെ പറയുന്നു, ഒരു പേരക്ക കിട്ടിയ അതുപോലും എന്റെ ചേട്ടായി എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇത്രയും പഴം കൊണ്ട് തരാൻ ഇവനാടി വലിയ വവ്വാലുമാണോ? ആരും പറഞ്ഞോണ്ടിരിക്കാതെ പെട്രോൾ പമ്പും ബാങ്കും എനിക്ക് വേണം എന്ന് പറക്കില്ല. റെഡിയാക്കാം. അതെ കടവാവലേ ജോണിക്കുട്ടി, പമ്പും ബാങ്കും വേണമെന്ന് പറഞ്ഞു അവള് ഒറ്റക്കാലം നിൽക്കുവാ. ഓളിക്കുട്ടി അത് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇത് മനഃപൂർവ്വം ഞാൻ ഇവിടുന്ന് ചാടിപ്പോയിട്ട് എന്നെ പള്ളിക്കറ്റത്തിൽ നിശ്ചയം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വെറും പാവാ. അയ്യോ പാപം, മരിച്ചവരോ മരിച്ചു. അല്ല അങ്ങനെയല്ല, ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോ എടാ നിന്റെ അപ്പന്റെ മോള് തന്നെയല്ലേ ഇത്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ വിചാരം അവക്കുണ്ടെങ്കിൽ അവള് ഞങ്ങളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകൂ. അത് സംഭവം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അതെ, നീ ഇവിടുന്ന് ചാടിപ്പോയതല്ലേ, അപ്പൊ അതുകൊണ്ട് നിനക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അധികാരം ഇല്ല ശരിക്കും പറഞ്ഞാ. പിന്നെ വേറെ കാര്യമുണ്ട്, നിന്റെ കുടുംബക്കാരൊക്കെ ഇവിടെ വരുമ്പോ നീ നന്നായിട്ടൊന്ന് കരഞ്ഞു പിഴിഞ്ഞ് കയ്യിൽ നിന്നിട്ട് കളിച്ചാൽ ചിലപ്പോ നിനക്ക് 100% നിനക്ക് കിട്ടും. എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും 5% കുറയ്ക്കും. അവരുടെ അത് ഡളഞ്ഞു വിട്ടേ, നീ നന്നായിട്ട് പെർഫോം ചെയ്യ്. പറഞ്ഞത് ഞാൻ പെർഫോം ചെയ്യണം. അതെ, എന്നാ നമുക്ക് 3 വീതിച്ചെടുക്കാൻ പറ്റും. എടി എന്നെ അപ്പനെ ധിക്കരിച്ച് നീ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ? ഇറങ്ങിപ്പോയാലും അപ്പച്ചൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നേ അപ്പച്ചന്റെ പെട്രോൾ പമ്പിന് എന്റെ കുഞ്ഞിന്റെ പേര് ഇടത്തില്ലായിരുന്നു. നിന്റെ കുഞ്ഞിന്റെ പേര് ഇന്ത്യൻ ഓയിൽ എന്നാണോ? എന്നാ വേറെ കഥ പറയാം. സത്യം പറയാം, വേറെ സത്യം ഞാൻ പറയും. സത്യം പറ. അപ്പച്ചനോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ കുഞ്ഞിന് അപ്പച്ചന്റെ പേരിട്ടത്. നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞല്ലേടി? നിന്റെ പെൺകുഞ്ഞിന്റെ പേര് അവറാൻ എന്നാണോ? അല്ല, അവറാൻ മോൾ. അവറാൻ മോളോ? അതെന്നാ മോളോ? അത് ഈ പാരസിറ്റാമോൾ ട്രൈമോൾ എന്നൊക്കെ പറയുന്ന പോലൊരു മോൾ. എന്താ എടി, നിനക്ക് അപ്പച്ചനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ജീവിച്ചിരുന്നപ്പോ നീ തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടോ? അയ്യോ എന്റെ കർത്താവേ, ഞാനിത് എന്തോ കേൾക്കുന്ന തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട്.
മേടിച്ചോണ്ടെന്ന് നാട്ടുകാരെ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഞാൻ വീട്ടിൽ മീൻ മേടിച്ചോണ്ടെന്ന് അറിഞ്ഞ അപ്പ ഓടി വരും എന്റെ വീട്ടിൽ. അപ്പച്ചൻ നീ മേടിച്ചെന്ന് പറഞ്ഞാൽ ഓടി വരാൻ നീ ഇരിക്കണം കണ്ടാൻ പൂച്ചയാണ്. അതെ, ബാബാ. എടി എന്നെ